എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ചെറിയൊരു പോട്ടാണ് കേട്ടോ. അതായത് പ്ലാന്റും പോട്ടും കൂടി ഒരു വളരെ ചെറിയ സൈസിലുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് മുന്നേ വരെയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനൊരു പോട്ട് ഉണ്ടാകും ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അത് മെഡിക്കൽ ടേപ്പൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന്ന് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് A4 ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പീസായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ട്യൂബിലേക്കൊന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുരുട്ടിയിട്ടൊന്ന് ഇങ്ങനെ കൂട്ടിയെടുക്കുക. എന്നിട്ട് അന്നപ്പോൾ അത് നിവർത്തുമ്പോൾ ഒരു ക്രേ പേപ്പറിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് എന്നിട്ട് മാറ്റി വെക്കണം. പിന്നെ അതെടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് പശ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പശ തേച്ചിട്ട് ഒരു കമ്പി എടുക്കുന്നുണ്ട്. ആ കമ്പി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചിട്ട് അതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇലച്ചെടികളില്ല, അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് കളർ അടിക്കാനാണ്. അപ്പം ഞാനിപ്പോൾ പച്ച ഇങ്ങനെ നടുവശത്തായിട്ട് അടിച്ചിട്ട് ചുറ്റിലും മഞ്ഞ വരുന്ന പോലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഇതിൽ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പോട്ട് ശരിയാക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് പോട്ട് വെക്കാനായിട്ട് നമ്മുടെ ഈ സെല്ലോ ടേപ്പിൻ്റെയൊക്കെ തന്നെ ഒരു ചുറ്റുന്നില്ലേ, അതെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പോട്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മുടെ ബൾബിൻ്റെയാണ് കേട്ടോ. ഇത് ബൾബിൻ്റെയാണ്. ഇത് നല്ലൊരു ഈ മൺചട്ടിയുടെയൊക്കെ പോലെ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടില്ലേ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുമ്മാ ഈ ബഡ്സ് വെച്ചിട്ട് വെറുതെ ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിനി വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നമുക്കിത് ബൾബിൻ്റെ ആ കവറിലേക്ക് നമുക്ക് ആക്കി കൊടുത്തിട്ട് ഇനി സെൻട്രലായിട്ട് ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ പ്ലാന്റ് ഈ ലീഫെല്ലാം വെച്ച് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് ചെറിയ എന്തെങ്കിലും ഒരു കളറൊന്നും ഇടും. ഞാനിപ്പോൾ പച്ചയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ചയും കൂടെ നമുക്ക് ഈ ഇലയ്ക്കൊക്കെ കളർ കൊടുക്കാനായിട്ട് പെയിൻറ്റ് വേണമെന്ന് തന്നെ ഒന്നുമില്ല കേട്ടോ. സ്കെച്ച് പേന കൊണ്ടാണെങ്കിലും പേപ്പറിലേക്ക് ഇങ്ങനെ കളർ അടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാവരുടെ കയ്യിലും ഉള്ള സാധനങ്ങളല്ലേ, ഒന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ഡെക്കർ എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെ ഒരു മോഡലൊരു പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉണ്ടോ, അടിപൊളിയല്ലേ, നല്ല രസമില്ലേ ഇതൊന്ന് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.